ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത ക്ലാസ്സുകൾ എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അതുപോലത്തെ അതിലത്തെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചോ? ഓക്കെ, എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ അതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് റിഫ്രഷ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കടക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്? നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കാറുണ്ടോ, ബ്രഷ് ചെയ്യാറുണ്ടോ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ, ഓഫീസിൽ പോകാറുണ്ടോ, അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് നമ്മൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ളതും കൂടെ നമ്മളൊന്ന് പറയാം. ഐ, യു, ദേ, വി എന്നതിന്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ രൂപപ്പെട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഡു വെച്ചിട്ട് ചോദിക്കുമ്പോഴാണ് അത് കറക്റ്റായ ഫോം ആകുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡു വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തീരും. അപ്പോ ആ സെയിം സംഭവം തന്നെ നമ്മൾ ചെറിയ ഒരു വ്യത്യാസത്തോടു കൂടി ഇനിയും ചോദിക്കാൻ പോവാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായിട്ടുള്ള ഹി, ഷീ, ഇറ്റ്, ഈ ആൾക്കാരും കൂടെ ഉള്ളതായിട്ട് നമുക്ക് അറിവുള്ളതല്ലേ. ഈ ആൾക്കാരുടെ കൂടെ നമ്മൾ എന്തുപയോഗിക്കുമ്പോഴാണ് ഇതേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുക. അപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത് ചെയ്യാറുണ്ടോ എന്നുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. നേരത്തെ നമ്മൾ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ആണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്തതെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഒറ്റ ഒരു ആളോടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നും കുളിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവൾ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ, അവൻ ഓഫീസിൽ പോകാറുണ്ടോ, അവൻ ഡ്രൈവ് ചെയ്യാറുണ്ടോ, അത് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം മീനിങ് തന്നെയാണ് ഇതിന് വരുന്നത്. പക്ഷെ ഇതിന്റെ ആൾക്കാർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ആണ് നമ്മളത് ചോദിച്ചതെങ്കിൽ ഇന്നത്തെ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? ഒറ്റ ഒരാളോട്. ഓക്കെ, സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺസിനോടാണ് നമ്മൾ ഇത് ചോദിക്കുന്നത്. അപ്പോ നമ്മൾ ഇതിനോട് കൂടി ചേർത്ത് വെക്കേണ്ടത് എന്താണ്? നമ്മൾ അവിടെ നേരത്തെ ഡു ആണ് ചേർത്ത് വെച്ചത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി, ഷീ, ഇറ്റ് എന്നതിന് കൂടെ നമ്മൾ ഡസ് ആണ് ചേർത്ത് വെക്കേണ്ടത്. ഡസ് വെച്ചിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണത് ആ ചോദ്യമായിട്ട് രൂപപ്പെട്ട് വരുന്നത്. ഡസ് ഷീ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? ഇതാണ് ചോദ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവൻ എന്നും പാടാറുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഡസ് ഹി സിങ് എവറി ഡേ? എവറി ഡേ ഒക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഒരാളെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ആളെ കുറിച്ചിട്ട് ചോദിക്കണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഡസ് ഉപയോഗിക്കണം. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് ഇത്ര മാത്രമാണ്, എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. അല്ലാതെ വേറൊരു ടെൻസിലേക്ക് ഇതിൽ പോകുന്നില്ല. ഇതിപ്പോ ടെൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പറയും പ്രസന്റ് ടെൻസ്, ഇപ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അത് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസിലേക്ക് പോകാം. ഡസ് ഹി ഈറ്റ് ബിരിയാണി? അവൻ ബിരിയാണി കഴിക്കാറുണ്ടോ? ഡസ് ഹി ഗോ ടു ഓഫീസ്? അവൻ ഓഫീസിൽ പോകാറുണ്ടോ? ഡസ് ഷീ സിങ് വെരി വെൽ? അവൾ നന്നായിട്ട് പാടാറുണ്ടോ? ഡസ് ഷീ ഡാൻസ് വെരി വെൽ? അവൾ നന്നായിട്ട് നൃത്തം ചെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് വർക്ക് വെരി വെൽ? അത് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ടോ, നന്നായിട്ട് പ്രവർത്തിക്കാറുണ്ടോ? അപ്പോ ഹി, ഷീ, ഇറ്റ് എന്നതിന് കൂടെ നമ്മൾ ഡസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാറുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കുറേം കൂടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ആകാനായിട്ട്, ഇനി എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതിനുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ആരോടെങ്കിലും ഒക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.